ഓക്കെ ഗായ്സ് ഓക്കെ. അപ്പോൾ ഇവിടെ ഇപ്പം എന്തായാലും രാവിലെ തന്നെ നമ്മുടെ ഷിൻചാനും പിൻചാനും എന്തായാലും നമ്മുടെ മോട്ടു പട്ലുവിൻ്റെ വീഡിയോകളൊക്കെ എന്തായാലും കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടാ. മോട്ട്ലു പട്ലുവിൻ്റെ ഏതാണ് സീരീസുകളൊക്കെ എന്തായാലും കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടാ. നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകണ്ട ടി വിയിൽ കണക്ക് അതാണ് കാണിക്കുന്നത് വെച്ചാലുണ്ട് മോട്ടു പട്ലു സീസൺ 1. ഓക്കെ, ഇതാണ് ഇവർ രാവിലെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടാ. എടാ ഷിൻചാനെ പിൻചാനെ, നിങ്ങൾ 2.5 മണിക്കൂറായിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? നിർത്തി വെച്ചിട്ട് ആടാ നമുക്ക് വല്ലതും ചെയ്യാൻ പോവാം. ഫ്രാങ്ക്ലി ചേട്ടാ ഇന്നെന്തോ എനിക്ക് ഭയങ്കര ക്ഷീണം. ഫ്രാങ്ക്ലി ചേട്ടാ നമുക്കിന്ന് വെറൈറ്റി ആയിട്ടെല്ലാം ചെയ്താലാ? നമുക്ക് വീട്ടിൽ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ആടെ ഷിൻചാനെ നീ പറഞ്ഞത് ശരിയാണ്. ഫ്രാങ്ക്ലി ചേട്ടാ നമുക്കിന്ന് നമ്മുടെ മാജിക്കൽ പെയിന്റ് ബോർഡിൽ എന്തെങ്കിലും വരച്ചാലാ? ആടെ പിഞ്ചാനെ നീ പറഞ്ഞത് ശരിയാണ് കേട്ടാ. നമ്മൾ പിന്നെ കുറേ ദിവസമല്ല നമ്മുടെ മാജിക്കൽ പെയിന്റ് ബോർഡിൽ എന്തെങ്കിലുമൊക്കെ വരച്ചിട്ട്. നമുക്കിപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമ്മുടെ മാജിക്കൽ പെയിന്റിംഗ് ബോർഡിൽ നമുക്ക് നൈസായിട്ട് എന്തെങ്കിലും വരയ്ക്കാം. ഫ്രാങ്ക്ലി ചേട്ടാ ചേട്ടൻ പറയുന്നത് ശരിയാണ് കേട്ടാ. നമുക്കിപ്പോൾ എന്തോന്ന് വരയ്ക്കാം? എടാ ഷിൻചാനെ നമ്മളെന്തായാലും എല്ലാ ദിവസവും നമ്മൾ കാറും ബൈക്കും വെറൈറ്റി ആയിട്ട് പൈസയും അതൊക്കെയല്ലേ വരച്ചോണ്ടിരിക്കണ. നമുക്കിന്ന് വെറൈറ്റി ആയിട്ട് ഒരു അടിപൊളി സാധനം വരച്ചാലോ? എന്താണ് സാധനം? എടാ നമ്മുടെ വീട്. ഓ എടാ പിഞ്ചാനെ അത് ശരിയാണ്. ഫ്രാങ്ക്ലി ചേട്ടാ അപ്പം എന്തായാലും ഇല്ലേ ഇന്നെന്തായാലും നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള നമ്മുടെ മാജിക്കൽ പെയിന്റ് ബോർഡിൽ കണക്കെ എൻ്റെയും പിഞ്ചാൻ്റെ വീട് വരയ്ക്കാൻ പോണം. ഓ നിങ്ങളുടെ വീടല്ലേ, നിങ്ങളുടെ മറ്റേ ജപ്പാനിലുള്ള വീടല്ലേ? ഫ്രാങ്ക്ലി ചേട്ടാ ചേട്ടാ പറഞ്ഞത് ശരിയാണ്. ഓക്കെ ഗായ്സ് ഓക്കെ. അപ്പോൾ എല്ലാവർക്കും നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഗൈസ്. ഓക്കെ, ഇന്നപ്പോൾ നമ്മുടെ ഷിൻചാനെ പിൻചാനെ നമ്മുടെ മാജിക്കൽ പെയിന്റ് ബോർഡിൽ കണക്കെ എന്തായാലും അവരെ വീട് കണക്കാണ് വരയ്ക്കാൻ പോകണമെന്ന് വെച്ചാൽ. ഓക്കെ, അവരെ ജപ്പാനിലുള്ള വീട് കണക്കാണ് വരയ്ക്കാൻ പോകണമെന്ന് വെച്ചാൽ. ഓക്കെ, എടാ ഷിൻചാനെ പിൻചാനെ ഈ വീട് വരക്കണതിന് ഒരു കാര്യം പറയട്ടാ. നിങ്ങൾക്ക് എവിടെയാണോ ഈ വീട് വേണ്ട ആ സ്ഥലം മാർക്ക് ചെയ്യണം. ഫ്രാങ്ക്ലി ചേട്ടാ അല്ല എവിടെയപ്പോൾ ഈ വീട് വയ്ക്കും? എന്തായാലും ഞങ്ങൾക്ക് ഈ സൈഡിലൊന്നും വേണ്ട കേട്ടാ. ഞങ്ങൾക്ക് ജുറാസിക് പാർക്ക് റെയിൽവേ സ്റ്റേഷൻ ആ സൈഡിലായിട്ടൊക്കെയാണ് വീട് വേണ്ട. ജുറാസിക് പാർക്ക് റെയിൽവേ സ്റ്റേഷൻ ആ സൈഡിലാ? എന്നാൽ ഒരു കാര്യം ചെയ്യും, നമ്മുടെ മറ്റേ ചേച്ചിൻ്റെ ആ ഫ്രണ്ട് ആ സൈഡ് വരുന്ന പോർഷൻ അല്ലേ ഫ്രാങ്ക്ലി ചേട്ടാ ആ ഒരു സൈഡിൽ അത്യാവശ്യം നല്ല സ്ഥലമുണ്ട്. അതായത് ആ വില്ലേജിൻ്റെ ഫ്രണ്ട് വശം പറഞ്ഞ ഏകദേശം പോർഷൻ അവിടെ ഒന്ന് സ്ഥലം കൊടുക്കാമോ? ഫ്രാങ്ക്ലി ചേട്ടാ മാപ്പ് എടുത്തിട്ട് നേരെ എന്തായാലും നമ്മുടെ ഏതാണ് വില്ലേജിൻ്റെ ഫ്രണ്ട് വശത്ത് മാർക്ക് ചെയ്യും വീടിൻ്റെ സ്ഥലം. അപ്പം അങ്ങോട്ട് വീട് സ്പോണാവുമല്ലോ. ഷിൻചാനെ നീ പറഞ്ഞത് ശരിയാണ്. അപ്പം എന്തായാലും നമുക്ക് എന്തായാലും അല്ലേ മാപ്പിൽ കണക്ക് എന്തായാലും മാർക്കുകളൊക്കെ ചെയ്യാം കേട്ടാ. എന്നിട്ട് നമ്മുടെ ടച്ച് പെയിൻറ്റ് ആപ്പ് എടുത്തിട്ട് നമുക്ക് എന്തായാലും നൈസായിട്ട് നമ്മുടെ മാജിക്കൽ പെയിൻറ്റ് ബോർഡിൽ നമുക്ക് എന്തായാലും ഷിൻചാൻ്റെ പിൻചാൻ്റെ വീട് വരയ്ക്കാം. ഫ്രാങ്ക്ലി ചേട്ടാ ചേട്ടൻ കണ്ടിരുന്നാൽ മതി, ഞങ്ങൾ വരച്ചോളാം. ശരി ശരി ഓക്കെ. ഞാൻ അങ്ങനെ ഫൈനലി എന്തായാലും മാപ്പിൽ കണക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടാ നമ്മുടെ ഷിൻചാൻ്റെ പിൻചാൻ്റെ ജപ്പാനിലുള്ള ഒരു വീട് വരേണ്ട ലൊക്കേഷൻ. ഓക്കെ, എടാ ഷിൻചാനെ പിൻചാനെ നമുക്കപ്പോൾ നേരെ കമ്പ്യൂട്ടർ എടുത്ത് നിങ്ങളുടെ വീട് വരയ്ക്കാം. ഫ്രാങ്ക്ലി ചേട്ടാ എടാ ഷിൻചാൻ ഇതെന്തോടാ പെട്ടിയാ? ഒന്നും മിണ്ടായി ഫ്രാങ്ക്ലി ചേട്ടാ. ഇവിടെ ഇപ്പോൾ നമ്മളെന്തായാലും വീടിൻ്റെ ഒരു ബോഡി നമ്മളെന്തായാലും ഒരുവിധം പാടുകിട്ട് നമ്മൾ വരച്ചിട്ടുണ്ട് കേട്ടാ. ഇനി നമുക്ക് എന്തായാലും ഇല്ല നമ്മുടെ ഈ ഒരു ഏതാണ് വീടിൻ്റെ ഏതാണ് ജനലിവിടെ വരയ്ക്കാം കേട്ടാ. ഞാനല്ല വരയ്ക്കണം, നമ്മുടെ ഷിൻചാനെ പിൻചാനാണ് കേട്ടാ. എടാ പിൻചാനെ നമ്മളെന്ത് മാത്രം പാടുവിട്ടല്ലേടാ നമ്മുടെ വീട് വരച്ചാൽ? ഷിൻചാനെ നീ പറഞ്ഞാൽ ശരിയാണ് കേട്ടാ. ഒന്ന് ഫ്രാങ്ക്ലി ചേട്ടാ ഒന്ന് സഹായിക്കുങ്ങളാ. അയ്യോ നിങ്ങൾ തന്നെ വരച്ചോ, എനിക്കെങ്ങനെ അറിയാം നിങ്ങളുടെ വീട്? ഞാൻ ജപ്പാനിൽ വന്നിട്ടൊന്നുമില്ല, പിന്നെ എങ്ങനെയാണ് നിങ്ങളുടെ വീട് കാണും? അത് ശരിയാണ് ഫ്രാങ്ക്ലി ചേട്ടാ. എടാ പിൻചാനെ നമ്മുടെ ഫ്രാങ്ക്ലി ചേട്ടൻ നമ്മുടെ നാടൊന്നും കണ്ടിട്ടില്ലല്ലോ, നാട് പോട്ട് നമ്മുടെ വീട് പോലും ഫ്രാങ്ക്ലി ചേട്ടൻ ഇതുവരെ കണ്ടിട്ടില്ല, പിന്നെ എങ്ങനെ ഫ്രാങ്ക്ലി ചേട്ടൻ വരയ്ക്കും? ഷിൻചാനെ നീ പറഞ്ഞാൽ ശരിയാണ് കേട്ടാ. എങ്ങനെയെങ്കിലൊക്കെ നമുക്ക് തട്ടിക്കൂട്ടി വരച്ചേക്കാം സിമ്പിളായിട്ട്. അത് നീ പറഞ്ഞാൽ ശരിയാണ് കേട്ടാ. എന്നിട്ട് നമുക്ക് ആ വീട്ടിലോട്ട് താമസം മാറാം. ഷിൻചാനെ നീ പറഞ്ഞാൽ ശരിയാണ് കേട്ടാ. നമുക്ക് എന്നിട്ടില്ല ആ വീട്ടിലോട്ട് താമസം മാറാം. കൂടെ ഫ്രാങ്ക്ലി ചേട്ടനെയും നമ്മുടെ ടൈഗറിനെ എല്ലാവരെയും കൊണ്ടുപോകാം. ഫ്രാങ്ക്ലി മോനെ ഇതാണ് വീട് നിങ്ങൾ വരച്ചോണ്ടിരിക്കണേ? ഗ്രാനി നമ്മുടെ ഷിൻചാനെ പിൻചാനെ അവരെ വീട് വരച്ചോണ്ടിരിക്കണേ. ഡിസ്റ്റർബ് ചെയ്യാതൊന്ന് പോയി തരുമോ? മോനെ അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്താലും ഇവിടെ പ്രശ്നം തന്നെ. എന്ത് ചെയ്യാനല്ലേ ഗായ്സ്? ഗ്രാനിയുടെ ഒരു വിദ്യയായിപ്പോയി. ഓക്കെ, നമ്മളങ്ങനെ ഓൾമോസ്റ്റ് ഇവിടെ ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ കാര്യം ഏകദേശം പണിയിലുണ്ട് കേട്ടാ. ഫ്രാങ്ക്ലി ചേട്ടാ ഇനി ഇവിടെ എന്തൊക്കെ വെക്കണം? എടാ ഷിൻചാനെ മേളത്തെ ജനൽ പോയി. അയ്യോ അതേ മറന്നേ. നമ്മൾ ഇത്രയൊക്കെ വെച്ചിട്ട് മേളത്തെ ജനൽ വെച്ചില്ല. അയ്യോ ഇവിടെ ഇപ്പം ജനൽ തെറ്റിപ്പോയല്ലോ. എടാ പിൻചാൻ ഇവിടെ എന്തോ ഒരു ചെറിയ വരാന്ത പോലെ എന്തോ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ. അത് നീ പറഞ്ഞാൽ ശരിയാണ് കേട്ടാ. ഇവിടെ എന്തോ ഒരു വരാന്ത പോലെ എന്തോ ഒരു സാധനം ഉണ്ടായിരുന്നു കേട്ടാ. നമുക്കില്ല അത് വരയ്ക്കാം കേട്ടാ. വരാന്ത ഇങ്ങനെയൊക്കെ വരച്ചതില്ലേ? ഇങ്ങനെയൊക്കെ വരച്ചാൽ മതി. എന്നിട്ട് അതിൽ വേറെ എന്തെങ്കിലുമൊക്കെ വരച്ചേ. ഓക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ വരച്ച് വയ്ക്കാം. അപ്പോൾ വരാന്തേന്ന് ഉദ്ദേശം നമ്മളത്തെ ഗ്രില്ലല്ലേ, അതാണ് ഞാൻ വരയ്ക്കണം കേട്ടാ. നമുക്കിനിപ്പോൾ ജനൽ വരയ്ക്കാം. നമുക്ക് സ്ക്വയർ വരയ്ക്കാം കേട്ടാ. സ്ക്വയറിലുള്ള വൃത്തിക്ക് വരയ്ക്കാം. ഓക്കെ യെസ്, നമ്മളങ്ങനെ ജനലങ്ങനെ വരച്ചിട്ടുണ്ട് കേട്ടാ. വീടായാൽ മതിയായിരുന്നു കേട്ടാ. വീടിനങ്ങനെ വേറെല്ലാം വരും എന്തൊക്കെ നമ്മളങ്ങനെ ഇതും കൂടെ വരച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ആയല്ലേ? ഷിൻചാനെ കാണാൻ കൊള്ളാം കേട്ടാ.
കുഴപ്പമില്ല, തിരക്കേടില്ല, അത്യാവശ്യം നൈസായിട്ട് എന്തായാലും ഉണ്ട് കേട്ടാ. അയ്യോടാ എടാ പിഞ്ചാനെ, നമ്മുടെ വീടിൻ്റെ കളർ എന്തായിരുന്നു എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. എടാ ഷിൻചാനെ, നമ്മുടെ വീടിൻ്റെ വൈറ്റാണ്. വൈറ്റാണെന്ന് തോന്നണം കേട്ടാ. ഓക്കെ, വൈറ്റാണെന്ന് തോന്നുന്നു. പക്ഷെ എന്തൊരു ഗ്രേ പോലത്തെ ഒരു ഷെയ്ഡാണ് നമ്മുടെ ബാക്കിയുള്ള സൈഡൊക്കെ അടിച്ചാണ്. ഗ്രേയാ? ഗ്രേ തന്നെ ആടാ. നമ്മുടെ മറ്റേ സൺഷെയ്ഡ് പറഞ്ഞ ഒരു പോർഷൻ ഇല്ലേ, നമ്മുടെ ഒരു കൂര പോലെ പറഞ്ഞ അവിടെ റെഡ്. അതേപോലെ നമ്മുടെ മെയിനായിട്ടുള്ള ഡോറ് മഞ്ഞയാണെന്ന് തോന്നണം കേട്ടോ. മഞ്ഞാണെന്ന് തോന്നണം കേട്ടാ, കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയില്ല. ബെസ്റ്റ്, നിൻ്റെ അടുത്ത് പറഞ്ഞ എന്നെ വേണം അടിക്കാൻ. ജനലൊക്കെ എപ്പോഴും ബ്ലൂ ആണ് കേട്ടാ. അയ്യോ, നമ്മളൊരു കാര്യം വിട്ടുപോയി. എന്താടാ ഷിൻചാനെ? എടാ നമ്മൾ മറ്റേ ഇത് വരച്ചില്ലടാ. എൻ്റെ പേരെന്തോണ്? എൻ്റെ പേരെന്തോണ്? മറന്നില്ലോ. എൻ്റെ പേരെന്തോണ്? ഇത് മറ്റേ ജനലിൽ മറ്റേ പ്ലസ് പോലത്തെ സംഭവമല്ലേ? ബെസ്റ്റ്. ഇതിപ്പോൾ വീട് അലമ്പാവും തോന്നണം കേട്ടോ. നമ്മളത് വരച്ചില്ലേ ഇതൊക്കെ, പ്ലസ് പോലത്തെ സംഭവം ഇത്. ഇത് വൃത്തികേടാവും തോന്നല്ലേ. എടാ ഷിൻചാനെ, നീ ഒരു കാര്യം ചെയ്യ്. നീ മറ്റേ ഒരു ഷേപ്പ് എടുത്തിട്ട് ഇതെന്താണ് ഷേപ്പ് എടുത്തിട്ട് നമ്മുടെ സ്ക്വയർ എടുത്തിട്ട് ഞാൻ എൻ്റെ അകത്തൊരു എക്സ്ട്രാ ഷെയ്ഡ് പോലെ പോയി. അപ്പം കാണാൻ കൊള്ളാം. വെച്ചാൽ കൊള്ളായിരിക്കുമോ? അലമ്പാവും. എടാ ഷിൻചാനെ, അതൊന്നും വേണ്ട, ജസ്റ്റ് ബ്ലൂ കളർ പെയിൻ്റ് അടിച്ച് വെച്ചാൽ മതി. ആടാ പിഞ്ചാനെ, നമുക്ക് പിന്നെ ഒരു സ്കൈ ബ്ലൂ പോലത്തെ ഒരു കളറാണ് വേണ്ടത് എന്തായാലും. ഓക്കെ, ഈ കളർ മതി. ഓക്കെ, ഈ കളർ നമുക്ക് ഇതെന്താണ്? ഓക്കെ, ഈ കളർ നമുക്ക് ജനലൊക്കെ അടിക്കാം. ഓക്കെ, കാണാൻ കൊള്ളാമല്ലേ? ആടാ ഷിൻചാനെ, അവിടെ അടിക്കലടാ. അത് മറ്റേ ഇതാണ്, എൻ്റെ പേരെന്തോണ്? അവിടെ ഗ്രില്ല് പോലത്തെ അതാണ് വരേണ്ട. അവിടെ അടിക്കണ്ട, അവിടെ വൈറ്റ് അടിച്ചാൽ മതി. ആടാ അല്ല, നമ്മുടെ മേളത്തെ ഡോറിൻ്റെ കളർ എന്തായിരുന്നു? എടാ മേളിൽ ഡോറൊന്നുമില്ല, മേളിൽ ഫുള്ള് ഫ്രീ ആയിട്ട് കിടക്കണം, അങ്ങനെ എന്തായിരുന്നു? എന്നാലും നീ ഒരു മഞ്ഞ കളർ അടിച്ചു പോയി. കാണാൻ കുഴപ്പമില്ലല്ലേ? നമ്മുടെ വീട് ഏകദേശം ഇതേപോലെയൊക്കെ തന്നെ. ആടാ ഷിൻചാൻ, അത് ശരിയാണ്. പക്ഷേ എനിക്കൊരു സംശയം, നമ്മുടെ വീട് വൈറ്റ് കളറാണെന്ന് തോന്നുന്നു കേട്ടാ. എടാ പിഞ്ചനെ, നീ ആദ്യം പറഞ്ഞ ഗ്രേ എന്ന്, ഇപ്പം പറഞ്ഞ വൈറ്റ് എന്ന്. സത്യം പറഞ്ഞ ഏത് കളറടാ? ഗ്രേന് കിടക്കട്ടെ, കുഴപ്പമില്ല. എടാ ഷിൻചാനെ, ഇത് വീടൊന്നും അവന്മാർക്ക് മനസ്സിലാവോ? ഫ്രാങ്ക്ലി ചേട്ടൻ്റെ ഡ്രോയിങ്ങിനേക്കാളും അടിപൊളിയായിട്ടാണ് ഞാൻ വരച്ചത്. ഇത്രയൊക്കെ മതിയല്ലേടാ പിഞ്ചാനെ? ആടാ ഷിൻചാനെ, നീ പറഞ്ഞത് ശരിയാണ് കേട്ടാ. ഇത്രയൊക്കെ മതി നമ്മുടെ വീട്. ഇനിയിപ്പോൾ നമുക്കില്ല ഒരു കാർ ഷെഡ് കൂടെ വരച്ചാലാ? കാർ ഷെഡ് എന്തിന്? കാർ ഷെഡ് കൂടെ കിടക്കട്ടാ. നമുക്കൊരു കാറൊക്കെ പാർക്ക് ചെയ്തിടാം. ശരി എന്നാ, നമുക്കെന്നാ ഒരു കാർ ഷെഡ് കൂടെ വരയ്ക്കാം കേട്ടാ. കാർ ഷെഡ് വരയ്ക്കാൻ എന്ത് കഷ്ടപ്പാടാണല്ലേ. നമുക്കെന്തല്ല ഒരു കാർ ഷെഡ് നൈസായിട്ട് അങ്ങ് ചേർത്ത് വരയ്ക്കാം കേട്ടാ. ഇതിപ്പം കാർ ഷെഡ് കുറച്ച് വലുതായി പോയല്ലോ. നമുക്ക് കുറച്ചുകൂടെ അടിപൊളിയായിട്ട് നമുക്ക് വരയ്ക്കാം കേട്ടാ. ഓക്കെ, ഈ ഒരു ആംഗിൾ വെച്ച് വരയ്ക്കാം കേട്ടാ. കുറച്ചുകൂടെ ചേർക്ക്. ഓക്കെ മതി. ഈ ഒരു ആംഗിൾ വരയ്ക്കാം. എടാ പിഞ്ചാനെ, ഇത് മതിയാ? ആടാ ഷിൻചാനെ, ഇതൊക്കെ മതി. ഇനി അതിൻ്റെ അകത്ത് കളറൊന്നും കൊടുക്കണ്ടല്ലോ. ഒന്ന് പോടാ കിടന്ന്. ആരെങ്കിലും കാർ പോർച്ചിൻ്റെ കമ്പിയിൽ കളർ അടിക്കുമോ? ഇങ്ങനെയൊക്കെ മതി. ഇനി നമുക്കിനി ഇത് നേരെ റിയൽ ലൈഫിലോട്ട് കൊണ്ടുവരാം കേട്ടാ. ഫ്രാങ്ക്ലി ചേട്ടാ, വീടെങ്ങനെയുണ്ട്? കുഴപ്പമില്ല, വീട് കാണാം. നൈസായിട്ട് എന്തെങ്കിലും ഉണ്ട് കേട്ടാ. പ്രശ്നമില്ല. ഒരു കാര്യം ചെയ്തു നേരെ റിയൽ ലൈഫിലോട്ടുണ്ടാ. ഓക്കെ ഗായ്സ്, എല്ലാവരും ഇതിലായിട്ട് ആരെങ്കിലും ലൈക്ക് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ വീഡിയോസ് എല്ലാം എപ്പോഴും നോട്ടിഫിക്കേഷൻ എനേബിൾ ആകുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്കെന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോകളൊക്കെ റിയൽ ലൈഫിലോട്ട് കൊണ്ടുവരാം കേട്ടോ. 3, 2, 1 ലെറ്റ്സ് ഗോ. ഫ്രാങ്ക്ലി ചേട്ടാ, ഇവിടെ എന്തോല്ലേ ഞങ്ങളുടെ വീടിൻ്റെ ലൊക്കേഷൻ മാർക്ക് ചെയ്താ? ആടെ ഷിൻചാനെ, ഞാൻ നമ്മുടെ വില്ലേജ് പറഞ്ഞ പോർഷൻ എവിടെയാണ് നമ്മുടെ വീടിൻ്റെ ലൊക്കേഷൻ മാർക്ക് ചെയ്ത, അതായത് നീ വരച്ച വീടിൻ്റെ. ഫ്രാങ്ക്ലി ചേട്ടാ, അങ്ങോട്ട് നേരെ കത്തിച്ചൂട്. നമ്മുടെ വീട് ഏത് രീതിയിലാവും എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ചേട്ടാ. ഫ്രാങ്ക്ലി ചേട്ടാ, അങ്ങോട്ട് നോക്ക്, അവിടെ ഒരു വീടുണ്ട്. ആടാ ഷിൻചാനെ, അത് കണ്ട്. എടാ ഷിൻചാനെ, നമ്മൾ വരച്ച പോലെയൊന്നും അല്ലല്ലോടെ ഈ വീട് വന്നത്. ഈ വീട് വേറെ ഏത് ലുക്കിലല്ലേ വന്ന? ആടാ, നീ പറഞ്ഞ ശരിയാണ് ഏട്ടാ. നമ്മുടെ ഈ വീടിന് തന്നെ മതിലൊക്കെ വന്ന ഏട്ടാ. നമ്മൾ അത്യാവശ്യം നൈസായിട്ട് തന്നെയാണ് വരച്ചേട്ടാ. എടാ, നമ്മൾ വരച്ച പോലെ കണ്ട കറക്റ്റ് ഗ്രേ കളർ തന്നെ വന്നു കേട്ടാ. അത് മാത്രമല്ല, കാർ പോർച്ചും കൂടെ വന്ന്. ഇത് നൈസായിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. കാർ പോർച്ചിൽ അത്യാവശ്യം ഒരു 3 കാറൊക്കെ പാർക്ക് ചെയ്യാട്ടാ. ഒതുക്കി. ഫ്രാങ്ക്ലി ചേട്ടാ, ഒരു കാർ കൂടെ വരച്ച് ഈ വീട്ടിലിടായിരുന്നല്ലേ? എടാ ഷിൻചാനെ, അത് പിന്നെ എപ്പോഴെങ്കിലും നമുക്ക് ചെയ്യാട്ടാ. ആദ്യം നിന്റെ വീടൊന്ന് എക്സ്പ്ലോർ ചെയ്ത് കാണാം കേട്ടാ.
ഞാൻ പിന്നെ നൈസായിട്ട് ഡ്രസ്സൊക്കെ മാറ്റി കേട്ടാ. നമ്മുടെ ഷിൻജാൻ്റെ ഡ്രോയിങ് അത്യാവശ്യം നൈസായിട്ടുണ്ട് കേട്ടാ. അവ അത്യാവശ്യം നല്ല പൊളിയായിട്ട് തന്നെ എന്നാലും വരച്ചിട്ട് എന്നാലും ഉണ്ട് കേട്ടാ. കണ്ട ആ ഒരു റെഡ് കളറൊക്കെ, ഇത് പിങ്ക് ആണല്ലേ, പക്ഷെ നിങ്ങൾ വരച്ച റെഡ് അല്ലേ, പക്ഷെ ഇവിടെ വന്ന പിങ്ക് ആണ് കേട്ടാ. പിന്നെ ആ ഒരു ഗ്രേ കളറൊക്കെ അത് കറക്റ്റാണ് കേട്ടാ. അവിടെ പിന്നെ ഒരു സൺഷെയ്ഡ് ഉള്ള സംഭവമാണ് കേട്ടോ. അത് സത്യം പറഞ്ഞാൽ ഇങ്ങോട്ടാണ് വെച്ചത്. ചിലൊക്കെ സൺഷെയ്ഡ് അല്ലേ, നമ്മുടെ സൺഷെയ്ഡ് ബാൽക്കണി എങ്ങനെയാണെങ്കിലും പറയാൻ കേസ്. ഓക്കെ, നമ്മുടെ ഒരു സൺഷെയ്ഡ് ഇല്ലേ, ഓക്കെ, ആ ഒരു ഷെയ്ഡ് സത്യം പറഞ്ഞാൽ നമ്മുടെ ഷിൻജാനും പിഞ്ചാനും റൈറ്റിലാണ് വരച്ചത്. ഓക്കെ, പക്ഷേ റിയൽ ആയിട്ടുള്ള ഈ വീട് വന്ന സമയത്ത് ഇവിടെ ലെഫ്റ്റിലോട്ടായിരുന്നു കേട്ടോ. കുറേ വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. മതിലൊന്നും വരച്ചില്ല കേട്ടോ, പക്ഷേ മതിലൊക്കെ ഒന്ന് കേട്ടാ. എന്തായാലും കൊള്ളാം കേട്ടാ. ഷിൻജാൻ്റെ വീട് നൈസായിരുന്നാലും ഉണ്ട് കേട്ടാ. ഹായ് എടാ പിഞ്ചാനെ, നമുക്കെന്തോ ഒരു അനിമൽ ഉണ്ടായിരുന്നല്ലോ, അവൻ്റെ പേര് ഞാൻ മറന്നുപോയി. അത് മാത്രമല്ല, അതെന്തായിരുന്നു, പട്ടിയാ പൂച്ചയാ മാന എന്തോ ആയിരുന്നല്ലോ നമുക്കുണ്ടായിരുന്ന. ആടാ ഷിൻജാന, നീ പറഞ്ഞ ശരിയാണ് കേട്ടാ, അത് ഞാനും മറന്നുപോയടാ. പക്ഷേ നമ്മുടെ ഫേവറേറ്റ് പെറ്റ് അനിമലായിരുന്നു അവൻ. നമ്മളെവിടെ പോയാലും അവനെ നമ്മളെ കൊണ്ടുവരുന്നത്. ആടാ പിഞ്ചാന, നീ പറഞ്ഞ ശരിയാണ് കേട്ടാ. പക്ഷേ അവൻ്റെ പേര് മറന്നേ, അവൻ എന്ത് മൃഗമാണെന്ന് ഞാൻ മറന്നേ കേട്ടാ. അവൻ്റെ കൂടാണെന്ന് വെച്ചല്ലോട്ടെ, മിക്കവാറും അവൻ പട്ടിയായിരിക്കും കേട്ടാ, മറന്നുപോയി. ഓക്കെ, എന്നാലും നമുക്കൊരു അടിപൊളി പെറ്റ് അനിമലുണ്ടായിരുന്നു കേട്ടാ. ഗൈസ്, നമ്മുടെ ഷിൻജാൻ്റെ വീട് എങ്ങനെയാണ് തീർച്ചയായിട്ടും കമൻറ്റ് കേട്ടാ. ഷിൻജാനെ പോലെ തന്നെ ക്യൂട്ടായിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ നമ്മുടെ ഷിൻജാൻ്റെ വീടൊക്കെ. ഇത് പിന്നെ ജാപ്പനീസ് സ്റ്റൈലാണ് കേട്ടാ. സത്യത്തിൽ ഇവൻ്റെ വീട്ടിൽ കാർ പോർച്ചൊക്കെ ഉണ്ടാകുന്ന ഗൈസ്. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഒരു കാർ പോർച്ചൊക്കെ പണി വെച്ചിട്ടുണ്ട് കേട്ടാ. നമുക്കിപ്പോൾ നേരെ ഷിൻജാൻ്റെ വീട്ടിൽ. എൻ്റെ മോൻ, ഇതെന്ത് കൊച്ചു വീടാണല്ലേ ഗൈസ്. ഓക്കെ, പക്ഷെ എൻ്റെ മോൻ ഇതെന്താണ്, ഓ മാൻ, നമ്മുടെ ടി വി ആണ്. ഓക്കെ ഓക്കെ, ഇത് നമ്മുടെ ഏതാണ് ടി വി ആണ് ഗൈസ്. നമ്മുടെ ഹാളാണ്. ഓക്കെ, ആയി എൻ്റെ ടി വി. ഊയ് ഫ്രാങ്ക്ലി ചേട്ടാ, ഇനി എപ്പോഴെങ്കിലും എൻ്റെ പെറ്റ് അനിമലിനെ ഞങ്ങളുടെ അച്ഛനും അമ്മയെ ഇങ്ങോട്ട് കൊണ്ടുവരണം. എന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ ഇവിടെ ഇന്ത്യയിൽ താമസിക്കാം. ആടാ ഷിൻജാന, നീ പറഞ്ഞ ശരിയാണ് കേട്ടാ. ഈ വീട്ടിൽ ഈസി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് ചാടിക്കയറാമല്ലോ. എന്തായാലും ഷിൻജാൻ്റെ വീട് അവനെ പോലെ തന്നെ ക്യൂട്ടായിട്ട് തന്നെ എന്തായാലും ഉണ്ട് കേട്ടാ. എടാ ഷിൻജാന, നിൻ്റെ വീട് കാണാൻ നൈസായിട്ട് എന്തായാലും ഉണ്ട് കേട്ടാ. എനിക്ക് നല്ലൊരു ഇഷ്ടമായി. സത്യത്തിൽ എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു മെയിൻ കാര്യം ഈ കുത്തനെ പോലത്തെ ഇറക്കമുള്ള സ്റ്റെപ്പാണ് കേട്ടാ. ഈ സ്റ്റെപ്പിൽ നിന്ന് ഞാൻ എപ്പോഴൊക്കെയോ അടിച്ച് പറഞ്ഞ് വീണിട്ടുണ്ട് വേറെ ഏതോ വീട്ടിൽ നിന്ന്. എൻ്റെ അമ്മച്ചിയെ ബെസ്റ്റ്. നമുക്കിപ്പോൾ എന്തായാലും താഴെ നിന്ന് ഫുള്ളായിട്ട് നല്ല ഷിൻജാൻ്റെ വീട് നോക്കാം കേട്ടാ. ഫ്രാങ്ക്ലി ചേട്ടാ, ഞങ്ങളിവിടെ നിന്നാണ് എല്ലാ ദിവസവും ഫുഡൊക്കെ കഴിച്ച് ടി വി ഒക്കെ കാണാം. ആടെ ഷിൻജാൻ, അതെനിക്കറിയാം. ഓക്കെ, ഇവിടെ എന്തോ ഒരു ചെറിയൊരു സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടാ. ഇതെന്ന് വെച്ചാൽ ഒരു ഹാളാണ് ഗൈസ്. ഓക്കെ, ഇവിടെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട് കേട്ടാ. അതുപോലെ ഇതെന്ന് വെച്ചൊരു ബെഡാണ് ഗൈസ്. ഓക്കെ, ഇതെന്താണ് പ്രിങ്കിൾസിൻ്റെ കുപ്പിയാ. അത് പിന്നെ ഫ്രാങ്ക്ലി ചേട്ടാ നമ്മൾ സ്ഥിരം ഇവിടെയാണ് കഴിക്കണം, അതുകൊണ്ട് അതിൻ്റെയൊക്കെ വേസ്റ്റ് ഉണ്ടായിരിക്കും. ആടെ ഷിൻജാനെ, ഓ ഇതൊരു ഡ്രസ്സിങ് റൂമുകളൊക്കെയാണ് കേട്ടാ. ഇവിടെ മിററൊക്കെ ഉണ്ട് കേട്ടാ. അതുപോലെ ഇതുവഴി നേരെ വെളിയിൽ ഇറങ്ങാം കേട്ടാ. അത് കൊള്ളാം കേട്ടാ. അതേപോലെ തന്നെ ഇവിടെ എന്തോ ജാപ്പനീസ് ഭാഷയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടാ. നമ്മുടെ ഷിൻജാൻ്റെ വീട് സത്യം പറയുന്നത് ജപ്പാനിലാണ് കേട്ടോ. ഓക്കെ, ആ വീട് ഇപ്പം ഇങ്ങോട്ട് വന്നു കേട്ടാ. ഇവിടെ പിന്നെ വേറൊരു കബോർഡുകളുണ്ട്. ഓക്കെ, ഇത് പിന്നെ കിച്ചൺ ഡൈനിങ് ഏരിയ ആണ് കേട്ടാ. ഓഫ്, കിച്ചൺ നൈസായിട്ട് നല്ല ഉണ്ട് കേട്ടാ. ഓക്കെ, പൊളി വീടായിട്ട് നല്ല ഉണ്ട് കേട്ടോ ഷിൻജാൻ്റെ വീട്. ഓക്കെ, നല്ലൊരു അടിപൊളി സൈസാണ്, അത് മാത്രമല്ല നല്ല ക്യൂട്ടാണ്. ഓക്കെ, എൻ്റെ മോനെ, നമ്മുടെ വീട്ടിൽ പോലും ഇല്ലാത്ത അടിപൊളി സംഭവം ഇവൻ്റെ വീട്ടിലാണ്. ബാട്ടപ്പ് ഉണ്ട്, അതേപോലെ തന്നെ ഇവിടെ എന്തോ ഒരു ഇവിടെ നിന്ന് മറ്റേ കൈയൊക്കെ തുടങ്ങിയ ടൗലില്ല അതുകൊണ്ട്. പിന്നെ ഇവിടെ മിററുണ്ട്, പിന്നെ ഇവിടെ വാഷ് ബേസിനുണ്ട്. ഓക്കെ, ഇവിടെ എന്തോ സാധനം കണ്ടല്ലോ, ഇതെന്താണ്, ടോയ്ലറ്റാണോ? യെസ്, ടോയ്ലറ്റ്. പക്ഷേ എൻ്റെ പൊന്നെ, ഇത്രയും ചെറിയ വീടാണെങ്കിൽ ഇത്രയും ഹൈറ്റൊക്കെ ആയിട്ടുള്ള ടോയ്ലറ്റ് ചേട്ടാ. എടാ ഷിൻജാനെ, അപ്പം നീ ഇവിടെ ആണല്ലോ എല്ലാ ദിവസവും ടോയ്ലറ്റ് പോണാ. ഫ്രാങ്ക്ലി ചേട്ടാ, ഞാൻ മാത്രമല്ല നമ്മുടെ പിഞ്ചാനം. ശരി എന്നാൽ. ഓക്കെ, വെളിയിലോട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ലുക്കാണ് കേട്ടാ. ഇവിടെയൊക്കെ പിന്നെ എന്തൊക്കെയോ ഗ്ലാസ് പോലെ ഒന്നും ഇട്ടിട്ടുണ്ട് കേട്ടാ. ഷിൻജാൻ്റെ അമ്മ പിന്നെ ഇഷ്ടം പോലെ ചെടിയൊക്കെ നട്ടിച്ചിട്ടുണ്ട് കേട്ടാ. അതൊക്കെ ഉണ്ട് ഈ വീട്ടിൽ വന്നിട്ടുണ്ട് കേട്ടാ. ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് കേട്ടാ. കാർ പോർച്ചൊന്നും ഇല്ലെന്ന് കേട്ടോ അവൻ്റെ റിയൽ വീട്ടിനൊക്കെ. അവൻ്റെ അച്ഛന് കാറുണ്ടായിരുന്നു, അത് ഇറങ്ങിയോടെ ഗൈസ്. ഓക്കെ, പക്ഷെ എന്നാലും നമ്മുടെ പിഞ്ചാൻ പറഞ്ഞിട്ട് ഇവിടെ ഒരു കാർ പോർച്ച് അരച്ചിട്ടുണ്ട് കേട്ടാ. നമുക്കിനിപ്പോൾ നേരെ വീട്ടിൻ്റെ മേളിൽ കയറാം കേട്ടാ. ഷിൻജാൻ്റെ വീട് പല പല കളറാണ്. അത് മാത്രമല്ല, ഇതെന്താണ്, ഇവൻ്റെ വീടിൻ്റെ സ്റ്റെപ്പ് ഒരു രസമല്ലേ കേട്ടാ. സ്റ്റെപ്പ് കാണാൻ നല്ല ക്യൂട്ടാണ്, പക്ഷേ ഭയങ്കര ചെറുതാണ് ഗൈസ്. ഓക്കെ, നമ്മുടെ ഫ്രാങ്ക്ലിൽ നിന്നാണ് മലന്നടിച്ച് വിടുന്നുണ്ട് കേട്ടാ. സ്റ്റെപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല, അല്ലാതെ തന്നെ ചവിട്ടിക്കയർ. എൻ്റെ മോനെ, ഫ്രാങ്ക്ലിൻ തെറിച്ച് കണ്ട വീടിനുണ്ട്. അയ്യോ ഫ്രാങ്ക്ലി ചേട്ടാ, ചേട്ടാ ചത്തോയാ. എടാ ഷിൻജാനെ, നീ എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കില്ല കേട്ടാ. എടാ ഷിൻജാനെ പിഞ്ചാനെ, വീട് ഇത്രയും അടിപൊളിയായിട്ട് സൂപ്പറായിട്ടല്ല ഭംഗിക്ക് വരച്ച്, എന്നാൽ സ്റ്റെപ്പും കൂടി ഇത്ര അടിപൊളിയായിട്ട് വരച്ചൂടെ. എൻ്റെ എന്തുമാത്രം ചോരയെന്നറിയാമോ പോയത്. ഞാൻ ചാവാത്ത എൻ്റെ ഭാഗ്യം. എൻ്റെ മോൻ അവിടെ നിന്ന് അടിച്ച് തെറിച്ച് അങ്ങ് അറ്റം വരെ വീണ്, ഇഷ്ടം പോലെ ചോരവേ. ആ സാരമല്ല ഫ്രാങ്ക്ലി ചേട്ടാ. ഫ്രാങ്ക്ലി ചേട്ടനെ കുറേ ദിവസമായിട്ട് ഓന്നി വെച്ചിരിക്കുകയായിരുന്നു ഒരു അടി. അതെൻ്റെ വീടായിട്ട് തന്നെ തന്നല്ലോ. ഫ്രാങ്ക്ലി ചേട്ടാ പതുക്കെ കയറാം. ഫ്രാങ്ക്ലി ചേട്ടാ, എന്തിന് ഇത്രയും ധൃതി. എടാ ഷിൻജാൻ, എന്തോണം സ്റ്റെപ്പാണ് നിൻ്റെ വീടിൻ്റെ, കയറാൻ തന്നെ എന്ത് പാട്. എന്തായാലും പക്ഷേ ഇവൻ്റെ വീട് നൈസായിട്ടുണ്ട് കേട്ടോ. എൻ്റെ മോനെ, ഇനി വീടല്ലേ. ഓ, ബാൽക്കണി ഒന്ന് ചാടിയിട്ടുണ്ട് കേട്ടാ. ഇതാണ് ഗൈസ് ഷിൻജാൻ്റെ വീടിൻ്റെ ബാൽക്കണി കേട്ടാ. നമ്മുടെ ഷിൻജാനും പിഞ്ചാനും സത്യം പറയാം ഗൈസ് ഇവിടെ എന്തായിരുന്നു വരച്ചു വെച്ചത്. ഓക്കെ, പക്ഷേ ഇത് മാറി വേറെ ഇവിടെ വന്നു. ഓക്കെ, ഇതാണ് ബാൽക്കണി. അതേപോലെ തന്നെ
ഇതെന്തോ ഒരു കാലി റൂമാണ് കേട്ടാ. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഗെയിമിംഗ് റൂമൊക്കെ ആക്കാം കേട്ടാ. ഓ ഇത് പിന്നെ ഒരു സ്റ്റഡി റൂമാണ്. ഇവിടെയും ബാൽക്കണി ഉണ്ട് കേട്ടാ. ഓ ഇവിടെ 2 ബാൽക്കണി ഉണ്ടല്ലേ. ഓ ശരി, നമ്മൾ പക്ഷേ ഒരു ബാൽക്കണിയാണ് കേട്ടോ വരച്ചെന്തായാലും. ഓക്കെ ഇവിടുന്ന് 2 ബാൽക്കണി ഉണ്ട്. ഓക്കെ ചേർത്തനാണ്. ഓക്കെ ഇത് പിന്നെ ഒരു ഏതാണ് സ്റ്റഡി റൂമാണ് കേട്ടാ. ഷിൻജാമിനെ ഭയങ്കര പണ്ട് ഇങ്ങനെ ഒന്നും പറയണ്ട ഓക്കെ. ഷിൻജാൻ നല്ല പഠിപ്പിയായിരുന്നു കേസ് പണ്ടൊക്കെ. ഇപ്പോഴാണ് ഉഴപ്പനായത് കേസ്. ഓക്കെ ഇപ്പോൾ ഒന്നും പഠിക്കൂല ഓക്കെ. സ്കൂളിലും പോലും ഒരിടത്ത് പോലും. ഓക്കെ അവൻ്റെ വീടിൻ്റെ അവൻ്റെ സ്റ്റഡി റൂമാണ് തന്നിച്ചാൽ. ഇവിടെ ഒരു ചെയറൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ ചെയറും പിന്നെ ഇതെല്ലാം ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് കുറച്ച് ലൈറ്റൊക്കെ വെച്ചാൽ ഇത് ഗെയിം റൂമാക്കാം കേട്ടോ. ഇതല്ലെങ്കിൽ അത് ഗെയിം റൂമാക്കാം കേട്ടോ. നമുക്കൊരു ഡബിൾ മോണിറ്റർ, അതേപോലെ തന്നെ CPU, അതേപോലെ തന്നെ നമ്മുടെ അതാണ് മൗസ്, സ്പീക്കർ, അതേപോലെ തന്നെ കീബോർഡ്, മൗസ്, കുറച്ച് സാധനമൊക്കെ മതി കേസ്. ഈസി ആയിട്ടൊരു ഗെയിമിംഗ് റൂം പണിയാം. ഓക്കെ പിന്നെ അവനൊരു ഗെയിം ചെയർ, അങ്ങനെ കുറേ സാധനം മതി കേസ്. ഓക്കെ ഈസി ആയിട്ടൊരു ഗെയിമിംഗ് റൂം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ചെയ്യാം കേസ്. ഓക്കെ ഷിൻജാൻ്റെ വീട് നൈസായിട്ടുണ്ട് കേട്ടോ. ഈ വീടിനൊരു 4 റൂമുണ്ട് കേട്ടോ. ഇവിടെ ഈ ബാൽക്കണിയാ. ഓ ഇത് നമ്മൾ നേരത്തെ കണ്ട ബാൽക്കണിയാണ് കേട്ടോ. ഈ വീട് ഇല്ല, ഈ വീടിന് 3 ബാൽക്കണി. ഇവിടെ ഒരു ബാൽക്കണി, ഷിൻജാൻ്റെ സ്റ്റഡി റൂം, അവൻ്റെ റൂം പറഞ്ഞാൽ അവിടെ ഒരു ബാൽക്കണി, ഈ 4 റൂമിലൊരു ബാൽക്കണി. ഈ 4 റൂമാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. നമുക്ക് ഗെയിം റൂമൊക്കെ എൻ്റെ മോനെ കണ്ട. പിന്നെ നമ്മൾ അടിച്ചു വീടുണ്ട് കേട്ടോ. പക്ഷേ എൻ്റെ പൊന്നെ ഇതെന്താണല്ലേ. ഫ്രാങ്ക്ലി ചേട്ടാ, എൻ്റെ പിഞ്ചാൻ്റെ വീട് ആണ് അഴുക്കാക്കി ഫുള്ള് ബ്ലഡാക്കി. മര്യാദയ്ക്ക് തുടച്ചിട്. എടാ ഷിൻജാൻ ഇങ്ങനെ സ്റ്റെപ്പ് ഉണ്ടാക്കി വെച്ചാൽ ആരായാലും വീഴൂലേ. പക്ഷെ എൻ്റെ പോലെ എന്തോരം ബ്ലഡ് ആണല്ലോ ഗൈസ്. ഓക്കെ ഇനിയിപ്പോൾ ഇതെല്ലാം ഞാൻ തന്നെ തുടയ്ക്കണമെന്ന് തോന്നാം കേട്ടോ. ഓക്കെ ഗൈസ് അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ ആണ്. ഓക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു കേട്ടോ. ഞാൻ അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ വീണ്ടും വരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ അപ്പം പുതിയൊരു വീഡിയോ കാണാൻ എല്ലാവർക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.